ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ്റെ അനുഗ്രഹത്താൽ മരണമുഖത്തു നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വഴുതൂർക്കാണിയിൽ കുഞ്ഞിക്കണ്ണൻ്റെയും പത്തലായി ഗോവിന്ദൻ ഗുരുക്കളുടെയും തീവ്രമായ ഗുരുഭക്തിയുടെ കഥയാണ് എല്ലാ ഗുരുഭക്തർക്കുമായി ഇന്ന് ഈ വീഡിയോയിലൂടെ സമർപ്പിക്കുന്നത്. തലശ്ശേരിയിൽ ക്ഷേത്രം സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ മഹാഗുരുവിൻ്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി വഴുതൂർക്കാണിയിൽ കുഞ്ഞിക്കണ്ണൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കാലമായിരുന്നു അത്. ഈ സമയത്ത് തന്നെയായിരുന്നു മലബാർ പ്രദേശത്തേക്ക് യാത്ര പുറപ്പെടുവാൻ ഗുരു നിശ്ചയിച്ചതും. ശിവഗിരിയിൽ നിന്നും കോട്ടയത്തെത്തി അവിടെ നിന്നും തലശ്ശേരിക്ക് യാത്ര തിരിക്കാനായിരുന്നു തീരുമാനം. ഉടൻ തന്നെ കുഞ്ഞിക്കണ്ണനോട് കോട്ടയത്ത് എത്തിച്ചേരണമെന്നുള്ള കമ്പി സന്ദേശം കുഞ്ഞിക്കണ്ണന് അയക്കുകയും ചെയ്തു. കമ്പി സന്ദേശം കിട്ടിയ ഉടൻ തന്നെ ക്ഷേത്രത്തിൻ്റെ കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തുന്നതിനും മറ്റുമായി മഹാഗുരുവിനെ ക്ഷണിച്ചുകൊണ്ടുവരുവാൻ കോട്ടയത്തേക്ക് തിരിക്കുവാൻ കുഞ്ഞിക്കണ്ണൻ തയ്യാറെടുത്തു. ഇതറിഞ്ഞ പത്തലായി ഗോവിന്ദൻ ഗുരുക്കളും അദ്ദേഹത്തിനൊപ്പം ചേർന്നു. 1906 മാർച്ച് 10 ഇരുവരും തലശ്ശേരിയിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചത്. കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്ക് വള്ളത്തിലായിരുന്നു വന്നത്. ഈ സമയം ഗുരു വൈക്കത്തിനടുത്തുള്ള പൂത്തോട്ടയിലെ ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിലാണുണ്ടായിരുന്നത്. ഇതറിഞ്ഞ കുഞ്ഞിക്കണ്ണനും ഗുരുക്കളും ഉടൻ തന്നെ കോട്ടയത്ത് നിന്നും ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ഉറച്ചു. എന്നാൽ തങ്ങൾ വന്ന വലിയ യാത്രാവള്ളം അപ്പോഴേക്കും പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്നാൽ ഇരുവരും നിരാശരാകാതെ മറ്റൊരു തോണിക്കാരനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ചെറിയ തോണിയിൽ ഇരുവരും പൂത്തോട്ടയിലേക്ക് യാത്ര തിരിച്ചു. ശക്തമായ വേലിയേറ്റമുള്ള സമയമായിരുന്നു അത്. തോണി ഏകദേശം കായലിൻ്റെ മധ്യത്തിൽ എത്തിയപ്പോൾ അഴിമുഖത്തു നിന്നുള്ള വേലിയേറ്റവും കാറ്റും വളരെയധികം ശക്തി പ്രാപിച്ചു. അതിൻ ഫലമായി ഉണ്ടായ വലിയ തിരയിൽ തോണി ഭയാനകമാം വിധം ആടിയുലഞ്ഞു. അപ്പോഴേക്കും തോണിയിലേക്ക് വെള്ളം കയറി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതോടെ മൂവരും പരിഭ്രാന്തരായി. വള്ളം പതിയെ താഴ്ന്നു തുടങ്ങി. വെള്ളം കോരിക്കളയാൻ ശ്രമിച്ചെങ്കിലും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. വലിയ ഓളത്തിൽപ്പെട്ട് ഏത് നേരത്ത് വേണമെങ്കിലും തോണി മറിയും എന്ന സ്ഥിതിയിലെത്തി. ഇത് കണ്ട് ഗോവിന്ദൻ ഗുരുക്കൾ ഭയന്നു വിറച്ച് കരയാൻ തുടങ്ങി. ആസന്നമായ മരണത്തെ ഓർത്ത് ഗുരുക്കൾ അലറിക്കരഞ്ഞു. ഒരു സഹായത്തിന് പോലും അടുത്തെങ്ങും ഒറ്റ വള്ളക്കാരെ പോലും കണ്ടതുമില്ലാത്തതിനാൽ കുഞ്ഞിക്കണ്ണനും പരിഭ്രമിച്ചു തുടങ്ങി. ഈ നേരം വരെയും ഗോവിന്ദൻ ഗുരുക്കളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞിക്കണ്ണൻ. എന്നാൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ കുഞ്ഞിക്കണ്ണൻ്റെ ധൈര്യമെല്ലാം ചോർന്നുപോയി. അദ്ദേഹം കണ്ണുകളടച്ച് മഹാഗുരുവിനെ ധ്യാനിച്ച് പ്രാർത്ഥനയിൽ മുഴുകി. കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ തുള്ളികൾ ഒഴുകി. കുറച്ച് സമയത്തിനു ശേഷം കുഞ്ഞിക്കണ്ണൻ പതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പ്രകൃതി ശാന്തമായി കഴിഞ്ഞിരുന്നു. കാറ്റും കോളും അടങ്ങി. വേലിയേറ്റത്തിൻ്റെ ശക്തിയും കുറഞ്ഞു. തോണിയുടെ ഉലച്ചിലും നിന്നു. അപ്പോഴേക്കും തോണിക്കാരൻ തോണി ആഞ്ഞു തുഴഞ്ഞു. ഒടുവിൽ അപകടമൊന്നും കൂടാതെ മൂവരും വല്ലഭക്ഷേത്രത്തിന് സമീപമായി എത്തിച്ചേർന്നു. മൂവർക്കും ജീവൻ തിരിച്ചു കിട്ടിയതിൽ ആശ്വാസമായി. ഇരുവരും വല്ലഭക്ഷേത്രത്തിൽ എത്തിയെങ്കിലും ഗുരു അവിടെ ഉണ്ടായിരുന്നില്ല. ഗുരു പെരിങ്ങോട്ടുകരയിലായിരുന്നു ആ സമയത്ത്. ക്ഷേത്രം ശാന്തി ഇരുവർക്കും ഒരു ദിവസം ക്ഷേത്രത്തിൽ കഴിയുവാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തു. പിറ്റേന്ന് ഗുരു എത്തിയപ്പോൾ കുഞ്ഞിക്കണ്ണനെയും ഗുരുക്കളെയും അടുത്തേക്ക് വിളിപ്പിച്ചു. ഗുരുവിനെ കണ്ട മാത്രയിൽ കുഞ്ഞിക്കണ്ണൻ ദണ്ഡനമസ്കാരം ചെയ്ത് വിങ്ങിപ്പൊട്ടി. അപ്പോൾ മഹാഗുരു ഇപ്രകാരം ചോദിച്ചു: ഇന്നലത്തെ യാത്രയിൽ കുറച്ച് ഭയപ്പെട്ടു പോയി അല്ലേ? ഇത് കേട്ട് കുഞ്ഞിക്കണ്ണനും ഗോവിന്ദൻ ഗുരുക്കളും സ്തബ്ധരായി നിന്നു. ഈശ്വര കാര്യത്തിനായി പോകുന്നവരെ ഈശ്വരൻ തന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് മഹാഗുരു ഇരുവരെയും സമാധാനിപ്പിച്ചു. നാം എത്ര തന്നെ അകലെയാണെങ്കിലും എത്ര തന്നെ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിലാണെങ്കിലും തളരാതെ മഹാഗുരുവിനെ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ കരുണാമയൻ നമ്മുടെ പ്രാർത്ഥന
തീർച്ചയായും കൈക്കൊള്ളും എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് മരണമുഖത്തു നിന്നും രക്ഷ കൈവന്ന ഈ മഹാസംഭവം. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.